പ്രതിസന്ധികളിൽ നിന്ന് ഒറ്റയ്ക്ക് കരകയറാനാകില്ലെന്ന് വൈദികരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ. പുരോഹിത ശുശ്രൂഷയുടെ ഭാഗമായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് കുറ്റം പറച്ചിലിലൂടെയല്ല, സംവാദങ്ങളിലൂടെയാണ് പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് പാപ്പ പറഞ്ഞു. റോം രൂപതയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ പൗരോഹിത്യം സ്വീകരിച്ച നവവൈദികർക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. അജഗണത്തോടുള്ള സാമീപ്യം, രോഗികൾക്കും വയോധികർക്കുമുള്ള സേവനം തുടങ്ങിയ വിഷയങ്ങളിൽ വൈദികർ സ്വീകരിക്കേണ്ട സമീപനവും സംഭാഷണങ്ങളിൽ മാർപ്പാപ്പ സൂചിപ്പിച്ചു. സിനഡാത്മകതയുടെ പ്രാധാന്യം പരാമർശിക്കവേ ഇതിനെ ഒരു മുദ്രാവാക്യം എന്ന രീതിയിലല്ല, സഭയിൽ ജീവിക്കേണ്ട യാഥാർത്ഥ്യം എന്ന രീതിയിലാണ് നാം എല്ലാവരും കാണേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുവ പുരോഹിതരുമായുള്ള സംവാദത്തിൽ പൗരോഹിത്യത്തിന്റെ ആദ്യ വർഷങ്ങളിലെ അനുഭവങ്ങൾ, ദൈവജനത്തിന്റെ വിശ്വാസം തിരിച്ചറിയുന്നതിലെ ആനന്ദം, രോഗികൾക്ക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അനുകമ്പ, ആർദ്രത, പൗരോഹിത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ തുടങ്ങിയവ ചർച്ചാ വിഷയങ്ങളായി. രോഗികൾക്കും വയോധികർക്കും സമീപസ്ഥരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ അവരെ കണ്ടുമുട്ടാനും ശ്രവിക്കാനും സമയം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് യുവ വൈദികരെ ഓർമ്മിപ്പിച്ചു. ജൂൺ 2 ഞായറാഴ്ച ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ കാര്യം പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, കോവിഡ് മഹാമാരിയുടെ ബാക്കിപത്രം, യുവജന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചകളിൽ ഇടം കണ്ടെത്തിയെന്ന് റോം രൂപതയിലെ ബിഷപ്പ് മിക്കേലെ ദി തോൽവെ അറിയിച്ചു. 40 വർഷങ്ങൾക്ക് മുൻപ് പൗരോഹിത്യം സ്വീകരിച്ച റോം രൂപതയിലെ വൈദികർക്ക് ജൂൺ 11 പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചിട്ടുണ്ട്.